നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഡൽഹിയിലും ഹരിയാനയിലും ഉത്തർപ്രദേശിലുമൊക്കെ വേരുകളുള്ള ഭീകര ശൃംഖലയെക്കുറിച്ചുള്ള വാർത്തകളാണ് നമുക്ക് ചുറ്റും. അൽഫല സർവകലാശാലയിലേക്ക് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇരച്ചു ചെല്ലുന്ന കാഴ്ച ഇന്ന് രാവിലെ നമ്മൾ കണ്ടു. അൽഫലാഖ് സർവകലാശാലയുമായി ബന്ധപ്പെട്ട വാർത്തകൾ അന്തരീക്ഷത്തിൽ മുഴങ്ങുമ്പോൾ കേരളം ഒട്ടും സുരക്ഷിതമല്ല എന്ന് സമൂഹ മാധ്യമങ്ങൾ നമ്മെ തുടർച്ചയായി ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഇപ്പോഴിതാ നമ്മെ നടുക്കുന്ന ഒരു വാർത്ത തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ നിന്ന്. തിരുവനന്തപുരത്ത് 16-കാരനെ ISISൽ ചേരാൻ പ്രേരിപ്പിച്ചത് സ്വന്തം അപ്പനും അമ്മയും. അമ്മയ്ക്കും രണ്ടാനച്ഛനുമെതിരെ ഇപ്പോൾ UAPA ചുമത്തി കേസ് എടുത്തിരിക്കുകയാണ്. തിരുവനന്തപുരം വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം. NIA തിരുവനന്തപുരത്തെത്തി എന്നാണ് റിപ്പോർട്ടുകൾ. എമ്പായം സ്വദേശിയായ യുവാവ് നേരത്തെ പത്തനംതിട്ട സ്വദേശിനിയായ ഒരു യുവതിയെ വിവാഹം കഴിച്ചിരുന്നു. മതപരിവർത്തനം നടത്തിയാണ് ഈ യുവതിയെ വിവാഹം കഴിച്ചത്. യുവതിയുടെ രണ്ടാം വിവാഹം. യുവതിയുടെ ആദ്യ വിവാഹത്തിലെ മകനാണ് യുവതിക്കൊപ്പമുണ്ടായിരുന്നത്. പിന്നീട് വിവാഹം കഴിച്ച് യുവതിയുമൊത്ത് ഈ യുവാവ് UK തിരിച്ചു. UK-ലെത്തിയുടൻ ആദ്യ വിവാഹത്തിലെ മകനെ ISISുമായി ബന്ധപ്പെട്ട നിരവധി വീഡിയോകൾ ഈ പിതാവ് കാണിച്ചുകൊണ്ടിരുന്നു. ISISനോട് ആഭിമുഖ്യം വളർത്തുകയായിരുന്നു അയാളുടെ ലക്ഷ്യം. കുട്ടിയുടെ അമ്മയും രണ്ടാനച്ഛനും ഒരുമിച്ചാണ് UK-യിൽ താമസിച്ചിരുന്നത്. കുട്ടിയെ ISISൽ ചേർക്കാനുള്ള സർവ്വവിധ ശ്രമങ്ങളും അച്ഛൻ തുടർന്നു. പിന്തുണ അമ്മയുടെ വക. തിരികെ ദമ്പതികൾ നാട്ടിലെത്തി. കുട്ടിയെ ആറ്റിങ്ങൽ പരിധിയിലുള്ള ഒരു മതപഠനശാലയിൽ അവർ അയച്ചു. കുട്ടിയുടെ സ്വഭാവത്തിലെ മാറ്റം മതപഠനശാലയിലെ ചിലർ ശ്രദ്ധിച്ചു. അവർ കുട്ടിയുടെ അമ്മയുടെ വീട്ടുകാരെ വിവരമറിയിച്ചു. തുടർന്ന് പത്തനംതിട്ടയിലുള്ള കുട്ടിയുടെ അമ്മയുടെ വീട്ടുകാർ ഈ കുട്ടിയുമായി സംസാരിച്ചു. ഇതിനകം തന്നെ കുട്ടിയെ മതപരിവർത്തനത്തിന് വിധേയനാക്കിയിരുന്നു. അമ്മയുടെ വീട്ടുകാർ കുട്ടിയോട് സംസാരിച്ചപ്പോൾ ISISൽ ചേരാൻ പിതാവും ഉമ്മയും നിർബന്ധിക്കുന്നുവെന്നാണ് കുട്ടി അവരെ അറിയിച്ചത്. തുടർന്നാണ് ബന്ധുക്കൾ പോലീസിനെ സമീപിച്ചത്. അത്യന്തം നടുക്കുന്ന വിവരങ്ങളാണ് ഇത് സംബന്ധിച്ചിപ്പോൾ പുറത്തു വരുന്നതും. ആറ്റിങ്ങൽ DYSPയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നു. സംസ്ഥാനത്ത് നിരോധിത സംഘടനകളുടെ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നു എന്നൊരിക്കൽ കൂടി നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ് ഈ സംഭവം. കേരളത്തിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലെത്തി ISISൽ ചേരുന്ന നിരവധി വ്യക്തികളുണ്ട് എന്ന വാർത്തകൾ പലപ്പോഴും നമുക്ക് മുന്നിലെത്തിയിരുന്നു. എന്നാൽ അപ്പോഴൊന്നും ഇത്തരത്തിൽ നേരിട്ട് സ്വന്തം മക്കളെ ISISലേക്ക് അയക്കുന്ന മാതാപിതാക്കളെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇവിടെ സ്വന്തം പിതാവും മാതാവുമാണ് പൊന്നുമോനായ 16-കാരനെ ISISലേക്ക് ചേക്കേറാൻ നിർബന്ധിക്കുന്നത്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാനെ നമ്മൾ മറക്കില്ല. സ്വന്തം ഉമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച അഫാൻ. 5 പേരെ കൊലപ്പെടുത്തിയ കേസിൽ 3 കുറ്റപത്രങ്ങളാണ് അന്ന് പോലീസ് അഫാനെതിരെ ചുമത്തിയത്. നാടിന് നടുക്കിയ ഒരു കൊലപാതക പരമ്പരയായിരുന്നു അഫാൻ നടത്തിയത്. പേരുമലയിലെ സ്വന്തം വീട്ടിൽ വെച്ച് മാതാവ് ഷെമിയെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി ഷാൾ ഉപയോഗിച്ചവൻ കഴുത്തിൽ മുറുക്കി. പിന്നീട് ഉറ്റ ബന്ധുക്കളെ അവരുടെ വീടുകളിലെത്തിച്ച് ചുറ്റിക ഉപയോഗിച്ച് അടിച്ചു കൊലപ്പെടുത്തി. സുഹൃത്തിനെയും അനുജനെയും സ്വന്തം വീട്ടിൽ വെച്ചാണ് കൊലപ്പെടുത്തിയത്. മണിക്കൂറുകളുടെ ഇടവേളകളിൽ 5 കൊലപാതകങ്ങൾ. കടബാധ്യത രൂക്ഷമായപ്പോൾ സഹായം നൽകാതിരുന്ന ബന്ധുക്കളോട് അഫാന് വൈരാഗ്യമുണ്ടായിരുന്നുവെന്നും ആ വൈരാഗ്യമാണ് കൊലപാതകങ്ങളിൽ തീർത്തതെന്നും പോലീസ് കുറ്റപത്രം. എന്നാൽ അന്നു മുതൽ വെഞ്ഞാറമൂട് കേന്ദ്രീകരിച്ച് ഒട്ടനവധി സംശയങ്ങൾ ഉയർന്നു വന്നിരുന്നു. അഫാന്റെ രാത്രികാല സഞ്ചാരങ്ങളും ചുറ്റിക ഉപയോഗിച്ചുള്ള ആക്രമണ ശൈലിയുമൊക്കെ തീവ്രവാദ സ്വഭാവമുള്ളതാണ് എന്ന് പല കോണുകളിൽ നിന്നും സംശയങ്ങൾ ഉയർന്നിരുന്നു. കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ISുമായി ബന്ധപ്പെട്ട സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ ഒരിക്കൽ കൂടി നമ്മെ അസ്വസ്ഥപ്പെടുത്തുന്നു. ഡൽഹിയും ഫരീദാബാദുമൊന്നും ഒത്തിരി ദൂരെയല്ല എന്ന ഓർമ്മപ്പെടുത്തലാണ് നമുക്ക് ചുറ്റും. ഇവിടെയാണ് നമ്മൾ കൂടുതൽ ജാഗ്രതയോടെ കാര്യങ്ങൾ വീക്ഷിക്കേണ്ടത്. ഫരീദാബാദിലെ അൽഫലാഖ് സർവകലാശാലയിൽ ഭീകര സംഘങ്ങൾ ഒത്തുകൂടിയത് തിരിച്ചറിയാൻ ഒരുപക്ഷെ യൂണിവേഴ്സിറ്റിയിലെ മറ്റ് ജീവനക്കാരിൽ ചിലർക്കെങ്കിലും കഴിഞ്ഞില്ല. യൂണിവേഴ്സിറ്റി ജീവനക്കാരിൽ പലരും ഈ ഭീകര ശൃംഖലയുടെ ഭാഗമായി തീർന്നു. ഡൽഹി ചെങ്കോട്ടയിൽ നടന്ന വൻ സ്ഫോടനം. ശ്രീനഗറിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ഉറുദു പോസ്റ്ററിന്റെ പിന്നാലെ അന്വേഷണ സംഘം പാഞ്ഞപ്പോൾ രാജ്യം നടുങ്ങുന്ന ഭീകര ശൃംഖലയുടെ വിവരങ്ങളാണ് പുറത്തുവന്നത്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും പ്രവാസികളായി എത്തിയ മലയാളികൾ തങ്ങളുടെ മക്കളെ ISISലേക്ക് ഉൾപ്പെടെ പറഞ്ഞയക്കാൻ ശ്രമിക്കുന്നു എന്ന വാർത്ത ഞെട്ടലുളവാക്കുന്നത് തന്നെയാണ്. തീർച്ചയായും കേരള പോലീസ് ഉൾപ്പെടെ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഇടയിൽ നിന്ന് എത്ര കുഞ്ഞുങ്ങളെ ഇതുപോലെ ISലേക്ക് അയച്ചു കഴിഞ്ഞു.
ഈ നാട് എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന ചോദ്യം ചിലർ സമൂഹ മാധ്യമങ്ങളിൽ ഉയർത്തുന്നു. IS-ലൊക്കെ ചേർന്ന് ഇവനെ പോലുള്ളവർ ചത്തു കഴിയുമ്പോൾ ഒരുപക്ഷെ ചാനലിൽ വന്ന് ഇവന്റെ ഉമ്മയുൾപ്പെടെയുള്ളവർ പറയും, ഭീകരനായ മകനെ എനിക്ക് കാണണ്ട. ഉടനെ മാപ്രകൾ ആഘോഷം തുടങ്ങും. എത്ര രാജ്യസ്നേഹിയായ ഉമ്മയും ബാപ്പയും. എന്തായാലും ഈ ഉമ്മയും ബാപ്പയും തന്നെയാണല്ലോ ISIS-ലേക്ക് സ്വന്തം മകനെ തള്ളിവിടാൻ ശ്രമിച്ചത്. എന്തായാലും മാതാവിന്റെ വീട്ടുകാർക്ക് ഒരു ബിഗ് സല്യൂട്ട്. അവർ ഈ കുറ്റകൃത്യം പോലീസിനെ അറിയിച്ചല്ലോ. മതപഠനശാലയിലെ അധികൃതർ തന്നെയാണ് അമ്മയുടെ മാതാപിതാക്കളെ വിവരം അറിയിച്ചത്. അതുകൊണ്ട് അവരും ഇക്കാര്യത്തിൽ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു എന്ന് നമുക്കിവിടെ പറയാം. കൃത്യമായ ഇടപെടൽ കൊണ്ട് ഒരു 16-കാരനെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. ആ അച്ഛനും അമ്മയുമൊക്കെ ചിന്തിക്കുന്നത് എത്ര ക്രൂരമായി. സമൂഹ മനസ്സാക്ഷി നടുക്കുന്നതാണ് വെഞ്ഞാറമൂട്ടിൽ നിന്ന് വന്ന ഈ വാർത്ത. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.